2023 ഏപ്രിൽ മാസം 5-ാം തീയതി നടന്നു എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. ഒരുവിധ അടിയന്തര പ്രാധാന്യവും ഈ സംഭവത്തിൽ നിലനിൽക്കുന്നില്ല. ആരോപിക്കപ്പെട്ട സംഭവം നടന്നതിന് ശേഷം 2023 ആഗസ്റ്റ് 7 മുതൽ ഈ സഭയുടെ 9-ാം സമ്മേളനവും 2024 ജനുവരി 25 മുതൽ 10-ാം സമ്മേളനവും 2024 ജൂൺ 10 മുതൽ 11-ാം സമ്മേളനവും 2024 ഒക്ടോബർ 24 മുതൽ 12-ാം സമ്മേളനവും 2025 ജനുവരി 17 മുതൽ 13-ാം സമ്മേളനവും നടന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു എന്ന ആരോപണം സംബന്ധിച്ച് മേൽപ്പറഞ്ഞ സഭാ സമ്മേളനങ്ങളിൽ ഒന്നും ഉന്നയിക്കാത്ത വിഷയമാണ് ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞ് 14-ാം സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത്. ഇത് അവതാരകനും അല്ലെങ്കിൽ കോൺഗ്രസിന് യാതൊരു പ്രാധാന്യവുമില്ലാത്ത കാര്യമാണ്. രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി മാത്രമാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്നത് വ്യക്തമാണ്. ആരോപിക്കപ്പെട്ട സംഭവത്തില് പോലീസിന് കിട്ടിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുകയും കുറ്റാരോപിതർക്കെതിരായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമാനുസരണം അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു വിഷയം സഭ നിർത്തിവെച്ച് അങ്ങനെ ചർച്ച ചെയ്യണം എന്ന് ഉന്നയിക്കുന്നത് തന്നെ UDFന്റെ വിഷയദാരിദ്ര്യമാണ് എന്നതാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. പോലീസ് സ്റ്റേഷനിലോ ലോക്കപ്പിൽ വെച്ചോ ആളുകളെ മർദ്ദിക്കുന്ന രീതി ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അംഗീകരിക്കുന്ന പ്രശ്നമേയില്ല. അത്തരം ആരോപണങ്ങൾ വന്ന ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണം നടത്തി ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. UDFന്റെ കാലത്ത് പോലീസ് ക്രിമിനലുകളെ എങ്ങനെയാണ് കൈമൈ മറന്ന് സംരക്ഷിച്ചിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിനും സ്പോൺസർമാരായി നിൽക്കുന്ന മാധ്യമങ്ങളുടെയും ഉന്നം കേരളത്തിലെ പോലീസാകെ കുഴപ്പമാണ് എന്ന് സ്ഥാപിക്കുക എന്നതാണ്. UDF കാലത്ത് ലോക്കപ്പിലും പൊതുയിടങ്ങളിലും സമരവേദികളിലും ആളുകളെ മർദ്ദിച്ച പോലീസിനെ നേരെ അന്ന് സ്വീകരിച്ച നടപടികളും ഇപ്പോഴത്തെ അന്തരീക്ഷവും വ്യക്തമാണ്. ഇപ്പോ നടപടികൾ സ്വീകരിക്കുകയാണ്. ക്രിമിനൽ കേസിൽപ്പെട്ട നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടു. കുറ്റക്കാരായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. ക്രിമിനൽ കേസിൽ പ്രതികളായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടികൾ സ്വീകരിച്ചു. എന്നാൽ UDFന്റെ നയങ്ങളിൽ ആവേശം കൊണ്ട് ചില പോലീസുകാർ അല്ലെങ്കിൽ സേനയിലെ ചില ആളുകൾ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒറ്റപ്പെട്ട